സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ. 2 ദിവസം മുമ്പ് ഒരു സഹോദരൻ സംശയം ചോദിച്ചുകൊണ്ടൊരു വോയിസ് അയച്ചു. ആ വോയിസിൽ 2 സംശയങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. ഒന്ന്, ഗർഭിണിയായ ഭാര്യയെ ത്വലാഖ് ചെല്ലാൻ പറ്റുമോ? 2, നിക്കാഹ് കഴിഞ്ഞ് പിറ്റേ ദിവസം വിദേശത്തേക്ക് പോയ ഒരു ചെറുപ്പക്കാരൻ ഗൾഫിലെത്തിയതിനു ശേഷം താൻ നിക്കാഹ് ചെയ്ത പെണ്ണിനെ ഫോണിൽ വിളിച്ചിട്ട് അവൾ സംസാരിക്കാനും ഒന്നിനും തയ്യാറാകുന്നില്ല, അവൾക്ക് ഈ ബന്ധം താല്പര്യമില്ല, അതുകൊണ്ട് ത്വലാഖ് ചൊല്ലുകയാണ്. അങ്ങനെ ത്വലാഖ് ചൊല്ലുമ്പോൾ കൊടുത്ത മഹറിന്റെ വിധി എന്താണ്? ഈ 2 ചോദ്യമാണ് ചോദിച്ചത്. ഞാൻ ഈ ചോദ്യത്തിന്റെ മസ്അല പറയാനല്ല ഇത് പറഞ്ഞത്. ഈ ചോദ്യങ്ങളുടെ ഉത്തരമോ അതിന്റെ മസ്അലയോ അല്ല, മറിച്ച് ഈ ചോദ്യം ചോദിച്ച, ഈ 2 ചോദ്യം ചോദിച്ചതിന്റെ പിന്നിലെ ഒരു പശ്ചാത്തലമുണ്ട്. അതാണ് നമ്മളെ ചിന്തയെ ഉണർത്തേണ്ടത്. തന്റെ കുഞ്ഞിനെ ഗർഭം ചുമക്കുന്ന, തന്റെ പൊന്നു കുഞ്ഞിനെ ഗർഭം ചുമക്കുന്ന തന്റെ ഇണയെ ത്വലാഖ് ചെല്ലണമെന്ന് ഒരു ചെറുപ്പക്കാരൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവിടെ നടക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ എന്താണ്? ഒരുപാട് കാലം കാത്തുനിന്ന്, ഒരുപാട് സമയവും അധ്വാനവും ഒക്കെ മാറ്റിവെച്ച് തന്റെ ലീവിൽ വന്ന് ഒരു കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച് വന്ന് നിക്കാഹ് നടത്തി തന്റെ സുഹൃത്തുക്കളെയും കൂട്ടുകാരെയും കുടുംബത്തെയും ഒക്കെ വിളിച്ച് ഒരു ഭക്ഷണമൊക്കെ കൊടുത്ത് ഒരു കല്യാണം, ഒരു നിക്കാഹ് നടന്നതിന് ശേഷം, നിക്കാഹ് നടന്ന് ഗൾഫിലേക്ക് പോയിട്ട് പിന്നീട് അവൾക്ക് താല്പര്യമില്ല ഇവനുമായി ഫോണിൽ സംസാരിക്കാനും ബന്ധം തുടരാനും. അതുകൊണ്ട് ഇത്രയും കാലത്തെ, ഇത്രയും ദിനങ്ങളിലെ പരിശ്രമങ്ങളൊക്കെ വെറുതെയായി. ത്വലാഖിനെ കുറിച്ച് ആഗ്രഹിക്കുകയും കൊടുത്ത മഹർ, ആ മഹറിന്റെ വിധിയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം. 2 വളരെ ഗൗരവകരമാണ്. സഹോദരങ്ങളെ, ഒട്ടുമിക്ക കുടുംബങ്ങളിലും ഇത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ വിഷയം? എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്? എന്താണ് പരിഹാരമായി നമ്മൾ ചെയ്യേണ്ടത്? സുന്നിക്ക് വിവാഹം ചെയ്തു കൊടുക്കണോ, വഹാബിക്ക് കല്യാണം കഴിച്ചു കൊടുക്കണോ, വഹാബിക്ക് കല്യാണം കഴിച്ചെടുക്കാൻ പാടില്ല? ഇതൊക്കെയാണ് ഇന്ന് പണ്ഡിതന്മാരുടെ സംസാരങ്ങളും വിഷയങ്ങളുമൊക്കെ. അതിനൊക്കെ അപ്പുറം നമ്മുടെ ചിന്ത ഉണരേണ്ട കുറേ കാര്യങ്ങളില്ലേ നമ്മുടെ സമുദായത്തിൽ? മുസ്ലിം എന്ന ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു മുസ്ലിം കുടുംബം എന്ന ചിന്തയിൽ നമ്മളൊക്കെയും ചിന്തിക്കേണ്ടതില്ലേ? ആരായിരുന്നാലും കുടുംബത്തിന്റെ സ്വസ്ഥതയും സമാധാനവും നശിച്ച് ഇല്ലാതെയായി. അതാരാവട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിയമങ്ങളും നിർദ്ദേശങ്ങളുമുണ്ട്. നമ്മളെ ഏത് കാര്യവും, ഒരു മുസ്ലിമിന്റെ ഏത് കാര്യവും എങ്ങനെയാകണമെന്ന് റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളെ നിസ്സാരമാക്കിയാൽ, ആ കൽപ്പനകളെ നമ്മൾ തള്ളിക്കളഞ്ഞാൽ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതൊരു കുടുംബത്തിന്റെ ഏതൊരു പ്രശ്നം നിങ്ങൾ എടുത്തു നോക്കി, അതിനെപ്പറ്റി നിങ്ങളൊരു പഠനം നടത്തിയാൽ ആ കുടുംബത്തിൽ ഏതോ ഒരു കാര്യം, അള്ളാഹു പറഞ്ഞ ഏതോ ഒരു വിഷയത്തെ ഒന്നുകിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ടാകും,
അല്ലെങ്കിൽ അതിനെ നിസ്സാരമാക്കിയിട്ടുണ്ടാകും. ഇത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, നിക്കാഹ് എന്ന് പറഞ്ഞാൽ, കല്യാണം എന്നൊക്കെ പറയുന്നത്, ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറയുന്നത്, അത് നാട്ടിലിങ്ങനെ നടക്കുന്ന ഒരു ഏർപ്പാടായിട്ട് കാണേണ്ടതല്ല ഒരു മുസ്ലിം. ഒരു മുസ്ലിമിന്റെ ഈമാനുമായി ബന്ധമുണ്ട്, ഇസ്ലാമുമായി ബന്ധമുണ്ട്. റസൂലുള്ള പറഞ്ഞു, വഅൻകഹ ലില്ലാഹി തആല ഫഖദ് ഇസ്തക്മല ഈമാനുഹു. അല്ലാഹ് പറഞ്ഞ പോലെ, അള്ളാന്റെ കൽപ്പന പോലെ ഒരു നിക്കാഹ് നടന്നാൽ ഫഖദ് ഇസ്തക്മല ഈമാനുഹു, അതിലൂടെ നടക്കുന്നത് അവന്റെ ഈമാനിന്റെ പൂർത്തീകരണമാണ്. ഈമാനിന്റെ പൂർത്തീകരണമാണ്. ഈ മതത്തിന്റെ ആശയങ്ങളെ പകുതിയാക്കിയാൽ, റസൂലുള്ള പറയാ, വിവാഹത്തിൽ പകുതിയുണ്ട്, പകുതിയിൽ അള്ളാഹനെ സൂക്ഷിക്കുക, ബാക്കി. വേറൊരു ഹദീസിൽ 2/3 ഭാഗം, 3 ആക്കിയാൽ 2 ഭാഗം വിവാഹത്തോടെ സംരക്ഷിക്കപ്പെട്ടു ഈ ദീനിന്റെ, ബാക്കി ഒരു ഭാഗത്തിൽ അള്ളാഹനെ സൂക്ഷിക്കട്ടെ എന്നാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ എത്രമാത്രം വലിയതാണ്. തലാഖിനെ നിസ്സാരമായി കണക്കാക്കുന്ന ആളുകൾ. റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരു സംഭവമുണ്ടായി. ഒരു പെണ്ണ് പരാതി പറഞ്ഞ് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു. എന്താ വിഷയം? ലിഹാറാണ്. എന്താ ലിഹാർ? ലിഹാർ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനോട് ആണിന് എന്തെങ്കിലും ദേഷ്യം തോന്നുമ്പോൾ, നീ എനിക്കെന്റെ ഉമ്മയെപ്പോലെയാണെന്ന് പറയാ, നീ എനിക്കെന്റെ ഉമ്മയെപ്പോലെയാണ് എന്ന് പറയാം. അതാണ് ലിഹാർ എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിലൊരു ബന്ധമില്ല. ഈ വിഷയത്തിന്റെ ഗൗരവം റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞ ഈ പെണ്ണിന്റെ ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ, തന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ പരാതി പറഞ്ഞ് റസൂലേ, താങ്കളെ മുന്നിൽ വന്ന ഈ പെണ്ണിന്റെ സംസാരം ഖദ് സമിഅ അല്ലാഹ്, അല്ലാഹ് കേട്ടിട്ടുണ്ട്. ആ സംസാരം ചെറിയ കാര്യമല്ല, അല്ലാഹു കേട്ടിട്ടുണ്ട്. ആയത്തിറങ്ങാണ്. എന്നിട്ട് പറഞ്ഞു, ഇനി അങ്ങനെ ഒരു ഊക്കിന് അതാണ് പറഞ്ഞു, പിന്നെ അടുത്ത ഊക്കിന് ഇവരുമായിട്ട് ഇവന് ജീവിക്കണമെങ്കിൽ കഫാറത്ത് പറഞ്ഞു, ശക്തമായ കഫാറത്ത്. തോന്നുമ്പോഴൊക്കെ എനിക്ക് എന്നെ വേണ്ടാന്ന് പറയാ. തമാശയിൽ പോലും പറഞ്ഞാൽ കാര്യമാകുന്ന വിഷയമാണ് ത്വലാക്ക്. തമാശ പറഞ്ഞാൽ പോലും ത്വലാക്ക് നടന്നു. തമാശ പോലും പരിഗണിക്കാത്ത ഒരേ ഒരു വിഷയം. അല്ലാഹ് പറഞ്ഞു, ഇനി ലിഹാർ പറഞ്ഞു, എനിക്ക് നീ എന്റെ ഉമ്മയെപ്പോലെ എന്ന് പറഞ്ഞു. എന്ന് അല്ലാഹ് പറയാ, ഇനി അവളുമായി നീ ശാരീരിക ബന്ധം നടക്കണമെങ്കിൽ, അവളെ തൊടണമെങ്കിൽ എന്താ കഫാറത്ത്? തഹരീറു റഖബത്തിൻ മിൻ ഖബലി അൻ യതമാസ്സാ, നീ അവളെ സ്പർശിക്കുന്നതിന്റെ മുമ്പ് ഒരു അടിമയെ മോചിപ്പിക്കണം. കഫാറത്ത് ഒരു അടിമയെ മോചിപ്പിക്കണം. അവളെ ഇനി തൊടണമെങ്കിൽ, ലിഹാറി ചെയ്തിട്ട് ഇനി അവളെ തൊടണമെങ്കിൽ നീ ഒരു അടിമയെ മോചിപ്പിക്കണം. 2 സുയാമു ഷഹ്റൈനി മുതതാബിഐനി, അടിമകളൊന്നുമില്ല എങ്കിൽ നമ്മളിപ്പോ എന്ത് ചെയ്യണം? 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കണം. വിഷയത്തിന്റെ ഗൗരവം പഠിക്കണം. ഷഹ്റൈനി മുതതാബിഐൻ, 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കണം. അതിനിടയിൽ ഒന്നും പോകാൻ പറ്റൂല. 3-മത്തത് പറഞ്ഞത് ഇത്ആമു 60 മിസ്കീന, 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. ലിഹാറിന്റെ കഫാറത്ത എന്താ? വിഷയത്തിന്റെ ഗൗരവമാണ് ആ സൂചിപ്പിച്ചത്. ഉണ്ടാവരുതൊരിക്കലും. എന്നിട്ട് അല്ലാഹ് പറയാണ്, ദാലികും യുഅദു ബിഹി വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾക്ക് അല്ലാഹ് തരുന്ന ശക്തമായ നിർദ്ദേശമാണിത്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. ശക്തമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പറയുന്ന വിഷയം ഖുർആനിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടി. നിക്കാഹും തൊലാഖായിട്ട് ബന്ധപ്പെട്ട വിഷയം പറയുമ്പോഴൊക്കെ അല്ലാഹ് പറയാ, ഇത് അള്ളാന്റെ ഉപദേശമാണ്, അള്ളാന്റെ സദുപദേശമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അത്രയും ഗൗരവമുള്ള കാര്യമായതുകൊണ്ടാണ്. ഇനി ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അങ്ങനെ ഒരു തൊലാക്ക് നടന്നു. ഇനി അവളെ അവന് തിരിച്ചെടുക്കണം. അപ്പൊ അവിടെ ചില കഥാപാത്രങ്ങൾ വരും. അതാരാ?
ഈ പെണ്ണും ആണും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചാൽ പോലും മാതാപിതാക്കൾ സമ്മതിക്കൂല, രക്ഷിതാക്കൾ സമ്മതിക്കൂല. ഇനി വേണ്ട, ഇനി ത്വലാക്ക്. ഇവരാഗ്രഹിച്ചിട്ട് പോലും ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്ത രക്ഷിതാക്കളും കുടുംബങ്ങളും കാരണവന്മാരും. ഞാൻ ഓതി വെച്ച ആയത്ത്, ഫൈദാ തല്ലഖ്തുമു നിസാ ഫബലഗ്ന അജലഹുന്ന ഫലാ തഅദുലൂഹുന്ന അൻ യൻകിഹ്ന അസ്വാജഹുന്ന ഇദാ തറാദൂ ബൈനഹും ബിൽ മഅറൂഫ്. നല്ല നിലക്ക് പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ട് നല്ല നിലക്ക് അവർ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോ ആ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതിമാർക്കിടയിൽ നിങ്ങൾ ഒരിക്കലും തടസ്സമുണ്ടാക്കരുത്. ഖുർആന്റെ ആയത്ത, തടസ്സമുണ്ടാക്കരുത്. നിങ്ങളൊരു തടസ്സമായിട്ട് നിൽക്കരുത്. ചെറിയ പ്രശ്നം, പെണ്ണിന്റെ വാപ്പാന്റെ ഈഗോ, ചെക്കന്റെ ഉമ്മാന്റെ ഈഗോ ഈ മക്കളെ ജീവിതത്തെ ബാധിക്കാൻ പാടില്ല. ഇത് റഹ്മാനായ റബ്ബിന്റെ വഹയ, കൽപ്പനയാണ്. അങ്ങനെ തടസ്സം നിൽക്കുന്നു പലരും. എന്ന് അല്ലാഹ് പറയാ, ദാലിക യുഅദു ബിഹി, ഇത് നൽകപ്പെടുന്ന ഉപദേശമാണ്. ആർക്ക്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ. ദാലികും അസ്കാലക്കും, അതാണ് നിങ്ങൾക്ക് മാന്യത. വഅത്ഹർ, ഏറ്റവും പരിശുദ്ധമായതും അതാണ്. മാന്യത എന്ന് പറഞ്ഞാൽ അതാണ്. ആ കുട്ടികൾ ജീവിക്കട്ടെ. നമ്മളെ ഈഗോ, അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞു, നമ്മൾ അങ്ങോട്ട് പറഞ്ഞു, വർത്താനം ഉണ്ടായി, ഇനിയിപ്പോ അത് വേണ്ട എന്തായിരുന്നാലും എന്ന് പറയരുത്. നമ്മുടെ വാശിക്ക് വേണ്ടി ആ മക്കളെ ജീവിതം നശിപ്പിക്കരുത്. നിങ്ങൾ മാന്യന്മാരാണെങ്കിൽ അവരെ ദാമ്പത്യ ജീവിതം നയിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടത്. വല്ലാഹു യഅലം വഅൻതും ലാ തഅലമുൻ, എല്ലാം അറിയുന്നത് അല്ലാഹുവാണ്, നിങ്ങൾക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. ഗൗരവമുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും. സൂറത്ത് ത്വലാഖ്, പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമാണ് സൂറത്ത് ത്വലാഖ്. എപ്പോ ത്വലാഖ് ചൊല്ലണം, എപ്പോൾ ത്വലാഖ് ചെല്ലാൻ പാടില്ല, എന്താണ് ത്വലാഖ്, ത്വലാഖിന്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ പറയുന്നിടത്ത് അല്ലാഹ് പറയാണ്, അവസാനം ഇനി ത്വലാഖിന്റെ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു, വേർപിരിയണം എന്ന് തീരുമാനിച്ചാൽ സാക്ഷികൾ വേണം. അങ്ങനെ ആ സാക്ഷികളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹ് പറയാ, ദാലികും യുഅദു ബിഹി, ഈ പറഞ്ഞ തലാഖിന്റെ നിയമങ്ങളെല്ലാം അള്ളാഹ് നൽകുന്ന ഉപദേശമാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവരാണ് നിങ്ങളെങ്കിൽ. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അല്ലാഹനെ സൂക്ഷിക്കുകയാണെങ്കിൽ അല്ലാഹു ഒരു മഖ്റജ് നിങ്ങൾക്ക് കാണിച്ചു തരും എന്നുള്ള പറഞ്ഞു. അപ്പൊ ശക്തമായ നിർദ്ദേശങ്ങൾ കിട്ടിയ സ്ഥലമാണ്, വിഷയമാണിത്. ആർക്കൊക്കെ? എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെടുന്ന. ഇപ്പൊ ഭർത്താവ് ഉപദേശിക്കണം ആരെ? ഭാര്യയെ. ഭർത്താവ് ഭാര്യയെ ഉപദേശിക്കണം. തഖാഫൂന നുശൂസഹുന്ന ഫഇദൂഹുന്ന, അനുസരണക്കേട്, തന്റെ പെണ്ണിൽ അനുസരണക്കേട് ഭയക്കുന്നുവെങ്കിൽ നീ അവളെ ഉപദേശിക്കണം. എപ്പോൾ ഉപദേശിക്കാനല്ല. ചില ആൾക്കാർ അങ്ങനെയാണ്, ഉപദേശിച്ച് പിന്നെ അവസാനം അതൊരു ബോറടി ആയിട്ട് പെണ്ണിന് ഉപദേശം കൊണ്ട് ഇടങ്ങാറാണ് അവസ്ഥ ഉണ്ടാകും. ഇല്ലാത്തിനൊക്കെ ഉപദേശിക്കുക അല്ല. അല്ലാഹ് പറയാ, എപ്പോഴാ ഉപദേശിക്കേണ്ടി? എപ്പോഴും ഉപദേശിക്കണമെന്ന് പറഞ്ഞോ? ഇല്ല. തഖാഫൂന നുശൂസഹുന്ന ഫഇദൂഹുന്ന, അനുസരണക്കേട് കാണിക്കുമെന്ന് ഭയപ്പെടുകയാണെങ്കിൽ ഉപദേശിക്കണം. അപ്പൊ ഉപദേശിക്കേണ്ട ഘട്ടമുണ്ട്, സമയമുണ്ട്, സന്ദർഭമുണ്ട്, രീതിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം പറഞ്ഞു വെച്ചു. ത്വലാഖിന്റെ വക്കിലെത്തിയ, ഇനി ത്വലാഖല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്ന് പറഞ്ഞ രണ്ട് ഒരു കുടുംബത്തെ ദമ്പതിമാരെ ഒരു സുഹൃത്ത് കൗൺസിലിങ്ങിന് വേണ്ടി എൻ്റെ അടുക്കലേക്ക് വിട്ടു കഴിഞ്ഞ 2 ദിവസം മുമ്പ്. അപ്പൊ അവരുമായി സംസാരിച്ചപ്പോ അവർക്ക് ത്വലാഖ് ഇനി വേറെ ഒന്നുമില്ല, എല്ലാം അടഞ്ഞു, ഇനി തീരുമാനമൊന്നുമില്ല, ത്വലാഖ് തന്നെ. അപ്പൊ ആ കുടുംബത്തെ സ്നേഹിക്കുന്ന, ആ കുടുംബം നല്ലവണ്ണം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാള് ഒരു ശ്രമം കൂടി നടത്തി നോക്കിയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചു. അവരുമായി സംസാരിച്ചപ്പോ അവരോരോരുത്തരും ഒറ്റയ്ക്കിരുത്തി അവരുടെ വിഷയങ്ങൾ സംസാരിച്ചപ്പം മനസ്സിലായ കാര്യം എന്താ അറിയോ? ദാമ്പത്യ ജീവിതത്തിന്റെ ഒരു പ്രശ്നങ്ങളും അവർക്കില്ല. സഹോദരങ്ങൾ, ഓരോ കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങളാ വരിക. അള്ളാഹു അവിടെയൊക്കെയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയുങ്ങൾ, സാമ്പത്തികമായ ചില പ്രയാസങ്ങളാണ്. ഇപ്പൊ സംസാരിച്ചു വന്നപ്പോ ത്വലാഖ് നിർബന്ധമാണ് എന്ന് പറയുന്നതിന്റെ കാരണം, ഈ പെണ്ണിന്റെ
കുറേ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇവനെടുത്ത് വിറ്റു. കച്ചവടം പല പരിപാടികളായിട്ട് ഒന്നും നടക്കുന്നില്ല. ഇപ്പൊ പണിക്കൊന്നും പോകുന്നില്ല. കുടുംബത്തെ നോക്ക്, മക്കളെ നോക്ക്, 2 മക്കളുണ്ട്, മക്കളെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതി. അതുകൊണ്ട് ഇനി മുന്നോട്ട് പോകില്ല, അതുകൊണ്ട് ഒഴിവാക്കിക്കളന്ന സംസാരിച്ചു വന്നപ്പോൾ ഈ സ്ത്രീ വൈകാരികമായി പറയേണ്ട ചില വിഷയങ്ങൾ പോലും ശബ്ദം കുറച്ച് സംസാരിക്കുന്ന ഒരു സ്ത്രീ. സ്വാഭാവികമായും ശബ്ദം ഉയർന്ന് വൈകാരികമായി പറയേണ്ട വിഷയങ്ങൾ വരെ പതിഞ്ഞ സ്വരത്തിൽ ശബ്ദം താഴ്ത്തി പറയുന്നൊരു പെണ്ണ്. ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പെണ്ണ് ഇങ്ങനെ നിങ്ങളെ പ്രസന്റിലാണ് സംസാരിക്കുന്നത്, ഇങ്ങനെ തന്നെയാണ് എപ്പോഴും സംസാരം. അവളെ സംസാരം അങ്ങനെ തന്നെയാണ് എങ്കിൽ അതൊരു വലിയ സമ്പത്താണത്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ വന്നത് 2 വാഹനത്തിലായിട്ടാണ് വന്നത്. അവർ തിരിച്ചു പോകുമ്പോൾ ഒരുമിച്ചൊരു വാഹനത്തിൽ, ഒരു ബൈക്കിൽ 2 പേരും ഒരുമിച്ച് പോയി. എന്താ കാരണം എന്നറിയോ? 2 പേരും നിൽക്കുന്നത് ഭൗതികമായ വിഷയങ്ങളിൽ മാത്രമാണ്. ഭർത്താവിന് പറയാനുള്ളത്, ഞാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി, ഒരുപാട് പരിപാടികൾ തുടങ്ങി, ഒക്കെ പരാജയപ്പെട്ടു പോവുകയാണ്. ഒന്നും ക്ലച്ച് പിടിക്കുന്നില്ല, ഒന്നും ശരിയാകുന്നില്ല, ഒന്നും നേരെ മുന്നോട്ട് പോകുന്നില്ല. ഇനിയിപ്പം ഇവർ പറയുന്ന പോലെ എന്തെങ്കിലും ചെറിയ പണിക്ക് പോയാൽ എനിക്ക് വലിയ ബാധ്യതകൾ തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ വലിയ മറ്റ് പല പരിപാടികൾക്കും വേണ്ടി ഞാൻ അതിന്റെ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സമർപ്പിച്ച പലതും നടക്കുന്നുണ്ട്. അപ്പോ പരാതികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് ഭൗതികമായ വിഷയങ്ങളിലാണ്. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് 2 മക്കളുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്, കല്യാണപ്രായമായ ഒരു പെൺകുട്ടിയാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി ഈ വിഷയം സംസാരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ സമയത്ത് പോലും ഉമ്മയോട് പറഞ്ഞത്, ഉപ്പയെക്കുറിച്ച് മോശമായി ഒന്നും പറയരുത് ഉമ്മ എന്നാണ് ഉമ്മയോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞൊരു മോള് വീട്ടിലുണ്ടെങ്കിൽ, നിങ്ങൾ 2 പേരും ത്വരാക്കിന്റെ വക്കിലെത്തി പിരിയാണെങ്കിൽ ഈ മക്കളെ ഭാവി എന്താ? ഈ 2 കുട്ടികളുടെ ഭാവി എന്തായിരിക്കും? ഈ മക്കൾക്ക് നിങ്ങളോട് അങ്ങേയറ്റത്തെ സ്നേഹം, നിങ്ങൾക്ക് അങ്ങോട്ടും സ്നേഹമുണ്ട്. പക്ഷെ നാളെ നിങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കളുടെ ഭാവി എന്തായിരിക്കും? നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പല അപജയങ്ങളുടെയും കാരണങ്ങൾ പിരിഞ്ഞുപോയ രക്ഷിതാക്കളൊക്കെയാണ്. ചെറിയ പ്രായത്തിലെ മക്കളെ വേറെയാക്കിയിട്ട് പിരിഞ്ഞുപോയ, ത്വലാക്ക് ചൊല്ലി ഒഴിവാക്കി പിരിഞ്ഞു ജീവിക്കുന്ന കുടുംബങ്ങളിൽ ഒട്ടനവധി പ്രയാസങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, അള്ളാഹു നമുക്ക് മക്കളെ തന്നു. രക്ഷിതാക്കൾ പ്രത്യേകം ചിന്തിക്കുക. നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നല്ലോണം ആലോചിക്കണം, ആർക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കണം. ഒരു നിക്കാഹ് നടക്കുമ്പം ആ നിക്കാഹിനെ കുറിച്ച് ജീവിതത്തിൽ ഒരിക്കലും വേർപിരിയാത്ത വിധമുള്ള ബന്ധമായി ഊട്ടിയുറപ്പിച്ചു കൊടുക്കണം. അള്ളാഹിന്റെ നാമത്തിൽ സ്വീകരിക്കുന്ന കരാറാണ്. പെൺകുട്ടികളുടെ രക്ഷിതാക്കളോട് പറഞ്ഞത്, കുന്ന ഹിജാബം മിനന്നാർ, പെൺകുട്ടികളുണ്ടോ ആ പെൺകുട്ടികൾ നരകത്തിൽ നിന്ന് നിനക്ക് കാവലാണ് എന്ന് സന്തോഷ വാർത്ത അറിയിച്ച റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗ അന വഹുവ ഹകദാ ഫിൽ ജന്ന. 2 വിരലുകൾ ഇങ്ങനെ ചേർത്തിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മൻ ആല ജാരിയതൈനി, ഒരു വാപ്പാക്ക് 2 പെൺകുട്ടികളെ റബ്ബ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, 2 പെൺകുട്ടികളെ കിട്ടിയാൽ അവരെ മാന്യമായി പോറ്റി വളർത്തിയാൽ ഞാനും അവന് സ്വർഗത്തിൽ ഇപ്രകാരം 2 വിരൽ ചേർത്തിട്ട് ഈ വിരലുകൾ എത്രമാത്രം അടുത്താണോ അതുപോലെയായിരിക്കും ഞാനും അവനും സ്വർഗത്തിൽ എന്ന് റസൂൽ പറഞ്ഞു. നരകത്തിൽ നിന്ന് കാവലാണെന്ന് പറഞ്ഞു. വളർന്നു വരുന്ന പെൺകുട്ടികൾ വാപ്പാക്ക് നരകത്തിൽ നിന്നുള്ള കാവലാണോ? അങ്ങനെയുള്ള പെൺകുട്ടികളാണോ വളർന്നു വരുന്നത്? നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ. വലിയ വാപ്പയാകണം, വാപ്പയില്ലെങ്കിൽ വലിയ വെല്ലിപ്പയാകണം, അല്ലെങ്കിൽ ഉപ്പയുടെ സഹോദരങ്ങളാകണം. അതിനെ തർത്തീബ് വരെ പറഞ്ഞു. എന്തിനാണത്? അത് കൃത്യമായ ധാരണയും ബോധവും ഉണ്ടാകണം, നന്നായി അന്വേഷിക്കണം. പൊന്നാനി കടപ്പുറത്ത് ഒരു പെൺകുട്ടിയെ 4 വയസ്സുള്ള തന്റെ കുട്ടിയുടെ മുന്നിൽ വെച്ച് ഭാര്യയെ കൊന്നിട്ട് ആ ശരീരം മണ്ണിനടിയിൽ പൂഴ്ത്തിവെച്ച് തെരുവ് നായ്ക്കൾ വന്ന് മാന്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ, അറിയുമായിരുന്നില്ല എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ. കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നന്നായി ചിന്തിക്കണം, പാപ്പാരി ചിന്തിക്കണം, ആർക്കാണ് ഞാൻ വിവാഹം ചെയ്തു കൊടുക്കുന്നത്, അവന്റെ സ്വഭാവം എന്താണ്, കൂട്ടുകെട്ടെന്താണ്,
അവന്റെ ചെയ്തികൾ എന്താണ്, പ്രവർത്തനങ്ങൾ എന്താണ്, കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടല്ലാതെ വിവാഹങ്ങൾ നടക്കാൻ പാടില്ല. പ്രണയവിവാഹങ്ങൾ പ്രാണനെടുക്കുന്ന കാലമാണ്. പ്രണയവിവാഹങ്ങൾ പ്രാണനെടുക്കുകയാണ്, ജീവനുകൾ എടുക്കുകയാണ്. അങ്ങനെയുള്ള ഒട്ടനവധി, ഒന്നല്ല ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കരുതലോടെ, ജാഗ്രതയോടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസ്സാലിഹാത്തു കാനിതാത്തുൻ ഹാഫിളാത്തുൽ ലൈബി ബിമാ ഫിളല്ലാഹ്. ആരെയാണ് നിങ്ങൾ ആൺകുട്ടികൾക്ക് ഇണയായി കൊടുക്കേണ്ടത്? ആരെയാണ് നിങ്ങൾ ആൺകുട്ടികൾക്ക് ഇണകളാക്കി കൊടുക്കേണ്ടത്? നല്ല സദ്വൃത്തകളായ സ്വാലിഹാത്ത്, കാനിതാത്ത്, അനുസരണയുള്ള പെൺകുട്ടികൾ, ഹാഫിളാത്തുൽ ലൈബി ബിമാ ഫിളല്ലാഹ്, അല്ലാഹ് പവിത്രമായി സൂക്ഷിക്കുന്ന, അല്ലാഹ് പവിത്രമാക്കിയ പെണ്ണിന്റെ സ്വകാര്യതയെ, പെണ്ണിന്റെ ചാരിത്രത്തെ ആ പവിത്രതയോടെ കാണുന്ന പെണ്ണ്. ഒരു കോടീശ്വരന് തന്റെ ചാരിത്രം 100 കോടിക്ക് വിറ്റ പെണ്ണിന്റെ വാർത്തയാണ് നമ്മൾ വായിച്ചത്. തന്റെ ചാരിത്രം 100 കോടിക്ക് വിറ്റിട്ട് ആ പെണ്ണ് പറഞ്ഞു, ഞാൻ എന്റെ ജീവിതം സൈഫാക്കി എന്ന്. ആലോചിക്കണം നമ്മൾ. ആ വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത്. പെണ്ണിന്റെ വിശുദ്ധി വിറ്റത്. ഒരു പെണ്ണിന്റെ വിശുദ്ധി 100 അല്ല, 1000 അല്ല, എത്ര കോടികൾക്കും അപ്പുറമാണ് ഒരു പെണ്ണിന്റെ വിശുദ്ധി. ബിമാ ഹഫിളല്ലാഹ്, അല്ലാഹു തന്ന വിശുദ്ധിയാണത്, അല്ലാഹു തന്ന പവിത്രതയാണത്. അതിന് വിലയിടാൻ പറ്റില്ല. കാനിതാത്തുൽ ലൈബി ബിമാ ഹഫിളല്ലാഹ്, അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാ. അപ്പൊ അങ്ങനെയുള്ള പെൺകുട്ടികളെ കണ്ടെത്തി കൊടുക്കണം. നമ്മളെ പെൺകുട്ടികൾക്ക് ഏത് തരത്തിൽ ആൺകുട്ടികളെ ആയിരിക്കണം? വങ്കിഹുൽ അയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും. സ്വാലിഹീങ്ങളായ ആണ്, സ്വാലിഹീങ്ങളായ പെണ്ണ്. വൻകിഹു, നിങ്ങൾ നിക്കാഹ് ചെയ്തു കൊടുക്കണം. അല്ലാഹ് പറഞ്ഞ് നിക്കാഹ് ചെയ്തു കൊടുക്കണം എന്നല്ല, ആരെയായിരിക്കണം നിക്കാഹ് ചെയ്തു കൊടുക്കണം? എന്നിട്ട് പറഞ്ഞു, ഈ യഖൂനു ഫുഖറാ യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലി. ദരിദ്രരാണെങ്കിൽ അല്ലാഹ് ഫദ്ല് കൊടുക്കും. ദരിദ്രരാണെങ്കിൽ അല്ലാഹ് ഫദ്ല് കൊടുക്കും. ദാരിദ്ര്യമെന്നത് സാമ്പത്തിക ദാരിദ്ര്യം മാത്രമാണെന്ന് കരുതണ്ട. സാമ്പത്തിക ദാരിദ്ര്യമല്ല ഇന്നത്തെ ദാരിദ്ര്യം. ഇന്നത്തെ ഏറ്റവും വലിയ ദാരിദ്ര്യം അതെന്താണെന്നറിയോ? അത് മനസ്സുഖത്തിന്റെ ദാരിദ്ര്യമാണ്, സമാധാനത്തിന്റെ ദാരിദ്ര്യമാണ്. എന്താണ് ഖൈന? എന്താണ് ഐശ്വര്യം? ദാരിദ്ര്യത്തിന്റെ വിപരീതമാണ് ഐശ്വര്യം. എന്താണ് ഐശ്വര്യം? ഖിനൻ നഫ്സാണ്, മാനസിക ഐശ്വര്യമാണ്. അവിടെയാണ് ഇന്ന് ദാരിദ്ര്യമുള്ളത്. അല്ലാഹ് പറയാ, സാലിഹാണോ, ഖാനിത്താണോ, അല്ലാഹ് പറഞ്ഞതുപോലെയാണോ എങ്കിൽ അല്ലാഹു തആല ഐശ്വര്യം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളെന്താ പറഞ്ഞതെന്നറിയോ? നമ്മൾ പറയുന്നത് അങ്ങനത്തെ ഒന്നും കിട്ടാനില്ല എന്നാ, വെറുതെ പറയാ. എടക്കടപ്പുറത്ത് എല്ലാ ശനിയാഴ്ചയും എടക്കടപ്പുറം മദ്രസയിൽ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച ഖുർആൻ ക്ലാസ് കഴിഞ്ഞപ്പോ ഖുർആൻ ക്ലാസിന്റെ അവസാനത്തിൽ ഒരു എഴുത്ത് തന്നു ഒരു സഹോദരൻ. എന്താണ് എഴുത്തെന്നറിയോ? ഒരു ഉമ്മാന്റെ എഴുത്താ. പ്രാർത്ഥിക്കണം. എന്തിനു പ്രാർത്ഥിക്കണം? തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട്, ദീൻ അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് സന്ദേശം അംഗീകരിച്ചത് കൊണ്ട് ഒരു വീട്ടിൽ 2 ആൺകുട്ടികൾ കല്യാണം നടക്കാതെ നിൽക്കുന്നു. വരുന്ന കല്യാണമൊക്കെ മുടങ്ങി പോവാ. നമ്മളെ മുന്നിലില്ലേ? നമ്മൾ എന്തൊക്കെ നോക്കണത്? ഈമാനിന്റെ നിറം, ഈമാനിന്റെ പ്രകാശം നമുക്ക് വേണ്ട. തൊലിയുടെ നിറം നോക്കി നമ്മൾ വിചാരിക്കുന്നു. പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നവർ, പള്ളിയിൽ ഖുർആൻ ഓതുന്നവർ, മദ്രസയിൽ കുട്ടികളെ ദീൻ പഠിപ്പിക്കുന്നവർ, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ ആ വെളിച്ചം കാണാതെ, ആ പ്രകാശം കാണാതെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. യാതൊരു സംശയ കാര്യത്തിലില്ല. നമുക്ക് ഈമാനിന്റെ വെളിച്ചം, ഈമാനിന്റെ നിറം നമുക്ക് വേണ്ട. അതിന്റെ പ്രകാശം നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് തൊലിയുടെ നിറമാണെങ്കിൽ സഹോദരങ്ങൾ, അപജയം സംഭവിച്ചിട്ടുണ്ട്, പരാജയം സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കണം, ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. നമുക്കതൊന്നും പോരാ. നമ്മൾ മറ്റ് പല സ്ഥലങ്ങളിലും മറ്റ് പല വിഷയങ്ങളിലുമാണുള്ളത്. അതുകൊണ്ട് ചിന്തിക്കണം. അയ്യുംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന. ഭർത്താവിന്റെ തൃപ്തിയോടെ ജീവിച്ച്, അനുസരണയോടെ ജീവിച്ച് അങ്ങനെ മരണപ്പെട്ടു പോകുന്ന പെണ്ണിനാണ് സ്വർഗം. ആ സ്വർഗം കൊതിക്കുന്ന പെണ്ണിനെ കിട്ടണം.
വെളിച്ചം നൽകുന്ന, ആശ്വാസവും സമാധാനവും നിർഭയത്വവും നൽകുന്ന, തന്റെ മക്കളുടെ കണ്ണ് നിറയിപ്പിക്കില്ല, ഒരിക്കലും അവൾ കരയേണ്ടി വരില്ല എന്നുറപ്പുള്ളവരെ അല്ലാഹു തആല അൻഹു. നമ്മൾ ആലോചിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ, അലി ദരിദ്രനാണ്, പട്ടിണി കിടക്കേണ്ടി വരും. അലി ദരിദ്രനാണ്, പട്ടിണി കിടക്കേണ്ടി വരും. പക്ഷേ ഈ വാപ്പാക്ക് അലിയോളം നിന്റെ മരണശേഷമുള്ള പരലോകത്തിന് കാവലായി കിട്ടുന്ന വേറെ ഒരു ചെറുപ്പക്കാരനെ കാണാനില്ല. നിന്നവൻ കൈവിടില്ല എന്നെനിക്ക് ഉറപ്പാണ്. അതാണ് വിവാഹം. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് നമുക്ക് എവിടെയോ ചില അപജയങ്ങൾ, പരാജയങ്ങൾ വന്നിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലും ജീവിതത്തിലും പ്രയാസങ്ങൾ വരുന്നത്. റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകളെ, വിധിവിലക്കുകളെ കൃത്യമായി അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ ജീവിക്കുന്ന കാലമത്രയും ഈ ലോകത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ചില ഇബാദത്തുകൾക്ക് നമ്മൾ മുൻകൂട്ടി ഒരുങ്ങേണ്ടതുണ്ട്. അങ്ങനെ ഒരുങ്ങേണ്ട ഒരു ഇബാദത്താണ് ഉളുഹിയ്യത്ത്. ഇൻഷാ അല്ലാഹ് ശക്തമായ സുന്നത്താണ്. നമ്മുടെ പള്ളിയിൽ ഒരുമിച്ച് നമ്മൾ അറുക്കുന്നു. ഒരു ഷെയറിന് 9,500 രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഉളുഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അതുമായി ബന്ധപ്പെട്ട ആളുകളെ എത്രയും പെട്ടെന്ന് സമീപിക്കുകയും ഉറപ്പുവരുത്തുകയും അതിന് തയ്യാറെടുക്കുകയും ചെയ്യുക. വളരെ പ്രബലമായ സുന്നത്താണ്. ബലിപെരുന്നാൾ ആഘോഷിക്കണമെങ്കിൽ ലം യഖ്റബന മുസല്ലാന, ഉളുഹിയ്യത്ത് അറുക്കാൻ കഴിവുണ്ടായിട്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്നാണ് റസൂൽ പറഞ്ഞത്. അത്രയും ശക്തമായ നിർദ്ദേശമാണ്. മറ്റൊരു കാര്യം, കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞു, പരപ്പനങ്ങാടി കടപ്പുറത്തെ ഒരു കിഡ്നി രോഗിയായ നമ്മുടെ സഹോദരന് വേണ്ടി ഇന്ന് കലക്ഷൻ നടക്കുമെന്ന് ഒരുങ്ങി വരണമെന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും ആത്മാർത്ഥമായി ആ സുഹൃത്തിന് വേണ്ടിയുള്ള ആ കലക്ഷനിൽ പങ്കാളികളാകണമെന്ന് ഉറപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളെയും സഹായിക്കാനും സഹകരിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ പ്രദേശത്ത് നമ്മുടെ ഒരു സഹോദരൻ നമ്മുടെ പ്രവർത്തകന്റെ ഭാര്യ കിഡ്നി രോഗിയായിരുന്നു. കിഡ്നി രോഗിയായ സഹോദരി മരണപ്പെട്ടു. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പള്ളിയുടെ പരിപാലനവുമായി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ ഫണ്ടിലേക്ക് നമ്മുടെ ഒരു സഹോദരി അവരുടെ ഭൂമി വിറ്റതിൽ നിന്ന് 1 സെന്റ് ഭൂമിയുടെ വില നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല സഹോദരിയിൽ നിന്നും അത് കബൂൽ ചെയ്യുമാറാവട്ടെ. അവരെല്ലാം നല്ല മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരു ഭവനം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات واحياهم منهم والاموات انك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار. اللهم اعتق رقابنا من النار ورقاب ابائنا وامهاتنا وازواجنا واخواننا المسلمين اجمعين يا رب العالمين. اللهم اشف مرضانا ومرضى المسلمين. اللهم ارحم موتانا وموتى المسلمين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.